ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് അല്ലേ. ഒന്ന് 5 സെക്കൻഡ് റൂളും പിന്നെ ഒരു വ്രതത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അടുത്ത 30 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നമ്മൾ എടുക്കേണ്ട ഒരു വ്രതത്തിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. കാണാത്തവർ പോയി കാണുക, വളരെ എഫക്റ്റീവാണ്. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ഒരു 3 ടാസ്ക്കാണ് കേട്ടോ. വേഗം ബുക്ക് എടുക്കുക. ബുക്ക് എടുത്തിട്ട് നമ്മുടെ തന്നെ 10 ക്വാളിറ്റീസ് ആ ബുക്കിൽ എഴുതുക. ഇപ്പം ഞാൻ വളരെ സുന്ദരനാണ്, ഞാൻ നല്ല ബുദ്ധിയുള്ള ആളാണ്, എനിക്ക് ബാക്കിയുള്ളവരോട് നല്ല സ്നേഹമാണ്, എനിക്ക് നന്നായി ഓടാൻ കഴിയും, ഞാൻ നന്നായി ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആളാണ്, ഈ പ്രകൃതി എൻജോയ് ചെയ്യുന്ന ആളാണ്, ഞാൻ സത്യസന്ധനാണ്. അങ്ങനെ നമുക്ക് ഉള്ളൊരു 10 ക്വാളിറ്റീസ് എങ്ങനെയെങ്കിലുമൊക്കെ, ചിലപ്പോൾ ഒരു ക്വാളിറ്റീസ് ഇല്ലയെന്ന് തോന്നുന്ന ആളായിരിക്കും, പക്ഷെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചൊരു 10 ക്വാളിറ്റീസ് എഴുതുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഒരു 10 മിനിറ്റ് നിങ്ങളൊരു കോർണറിൽ വളരെ പീസ്ഫുള്ളായിട്ട് ആരും ശല്യമില്ലാത്തൊരു സ്ഥലത്ത് പോയിരിക്കുക. ഇരുന്നിട്ട് ഒന്ന് കണ്ണടയ്ക്കുക, അല്ലെങ്കിൽ കണ്ണ് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തന്നെ നോക്കി കോൺസെൻട്രേറ്റ് ചെയ്യുക ഒരു പോയിന്റിൽ. എന്നിട്ട് വിചാരിക്കുക, ഞാനൊരു അരുവിയുടെ ഒരു പുഴ, ഒരു കുഞ്ഞ് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്, ഒരു അരുവിയുടെ കരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് മെല്ലെ നിങ്ങളുടെ കാല് ആ വെള്ളത്തിലോട്ട് ഇങ്ങനെ മുക്കി വെക്കുന്ന പോലെ സങ്കല്പിച്ചിട്ട് ഈ ഓരോ ഇല, നിങ്ങളുടെ ചുറ്റും ഓരോ ഇല ഇരിക്കുന്നുണ്ട്, ആ ഇല ഇങ്ങനെ അരുവിയിലോട്ട് ഓരോന്നോരോന്നായി ഇങ്ങനെ ഒഴുക്കി കളയുകയാണ്. ആ ഓരോ ഇലയും ഇങ്ങനെ ഒഴുകി പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ ഇല നമ്മൾ ഇടുമ്പോൾ ആ ഇലയിലൂടെ എൻ്റെ സങ്കടങ്ങൾ മുഴുവൻ ഒഴുകി പോവുകയാണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ഇല ഇടുമ്പോൾ എൻ്റെ അഹങ്കാരം മുഴുവൻ ഒഴുകി പോവുകയാണെന്ന് വിചാരിക്കുക. മൂന്നാമത്തെ ഇല ഇടുമ്പോൾ എന്നോട് പിണങ്ങി നിൽക്കുന്ന ആൾക്കാരെല്ലാം, ആ പിണക്കം എല്ലാം ഒഴുകി പോവുകയാണ് എന്ന് വിചാരിക്കുക. നാലാമത്തെ ഇല ഇടുമ്പോൾ എൻ്റെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മുഴുവൻ ഒഴുകി പോകുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഓരോന്നായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ആ പുഴയിലൂടെ ഒഴുകിക്കളഞ്ഞ് ഫുൾ എനർജി നമുക്ക് കിട്ടുന്ന പോലെയും എനർജറ്റിക്കായി ഇരിക്കുന്ന പോലെ വിചാരിക്കുക. അങ്ങനെ ഒരു 10 മിനിറ്റ് ഇരുന്നതിന് ശേഷം ആ തണുപ്പ് നമുക്ക് കാലിൽ ഫീൽ ചെയ്യാൻ പറ്റണം. അതിനുശേഷം എണീറ്റ് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യുക. അപ്പം ഇന്ന് 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന് 10 ക്വാളിറ്റീസ് എഴുതുക, രണ്ടാമത്തെ ഒരു മെഡിറ്റേഷൻ, മൂന്നാമത്തത് ഡാൻസ്. താങ്ക് യു സോ മച്ച്. ബൈ.